ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ കിടിലം പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അടിപൊളി പ്രമോ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. കാരണം കൺമണിയെ അന്വേഷിച്ച് ബലരാമനും അതുപോലെ തന്നെ ക്രഷും കൂടി നല്ലപോലെ തിരയുന്നുണ്ട്. അതിനുശേഷം തന്നെ നമ്മുടെ ധനലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാട്ടോ ചെയ്യുന്നത് ക്രഷ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളാണ് ഇതിനെല്ലാം തന്നെ കാരണം. നിങ്ങൾ എന്താണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? കാരണം എൻ്റെ കൺമണി എവിടെ എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്നോട് ഒരുപാട് ഏഷണി പറഞ്ഞു തന്നു, അങ്ങനെ എല്ലാവരെയും ഇന്ന് വരെ കൺമണിക്ക് മനസമാധാനം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദ്യം ചെയ്യാട്ടോ ചെയ്യുന്നത്. അങ്ങനെ നല്ല പോലെ ഭീഷണിപ്പെടുത്തുമ്പോൾ ധനലക്ഷ്മിക്കാണെങ്കിലോ ഇത് നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. കാരണം ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന്, അച്ഛൻ്റെ കയ്യിൽ നിന്ന്, ഇപ്പോൾ കൃഷിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ കൺമണിയുടെ അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷിനെ സമാധാനപ്പെടുത്തി വിടുന്നുണ്ട്. കൺമണിയെ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കണ്ടെത്തും എന്ന രീതിയിലേക്ക് കൃഷി പറഞ്ഞിട്ടും പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വിദ്യയാണ് ചെക്കിൻ ചെയ്യാൻ പോവുകയാണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. കാരണം വിദ്യ പോവുകയാണ്, അതുകൊണ്ട് തന്നെ അവളിനിപ്പോൾ ഇവിടെ നിന്ന പ്രശ്നമാണ്, ആകെപ്പാട് പ്രശ്നമാണ്. അതിനുശേഷം തന്നെ കിളിയനെ മഹി ഓടിക്കുന്നുണ്ട്. കാരണം കിളിയനെ കണ്ടെത്തിയാലാണ് എല്ലാ വിവരങ്ങളും അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ സമയത്ത് തന്നെയാണ് കിളിയൻ രക്ഷപ്പെടുന്നുണ്ട്. കിളിയനെ എവിടെയും വെച്ച് കണ്ടുമുട്ടരുത് ആരും എന്ന് പറഞ്ഞിട്ട് സുമിത്ര തന്നെ പ്രത്യേകം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബലരാമനാണെങ്കിൽ കിളിയനെ കണ്ടുമുട്ടണം. അങ്ങനെ കിളിയനെ നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് എന്നെ അറിയില്ലേ, നീ എന്നെ ഞാൻ കൊന്നു കളയുമെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. തീർത്ത് കളയുമെന്ന രീതിയിലൊക്കെ ബലരാമൻ സംസാരിക്കുന്നുണ്ട്. എവിടെയാണ് കൺമണി, തുറന്ന് പറയടാ എന്നൊക്കെ പറഞ്ഞ് അയാളെയും ഒരുപാട് തല്ലുന്നുണ്ട് കേട്ടോ. പക്ഷേ അയാൾക്കും ഒരു പക്ഷേ കൺമണി എവിടെയാണെന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. കാരണം സുമിത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. അതിനുശേഷം തന്നെ കൃഷ്ണനെയാണ് കാണിക്കുന്നത്. കൃഷ്ണാണെങ്കിൽ വരുണാണ് കൺമണിയെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവുക അറിയില്ല. പക്ഷേ എന്നാലും വരുണിനോട് ചോദ്യം ചെയ്യുന്നുണ്ട്, എവിടെ എൻ്റെ കൺമണി എന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും പറ്റിയ തീർത്ത് കളയും നിന്നെ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിയെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ് കൃഷും അതുപോലെ തന്നെ ബലരാമനും. പക്ഷേ കൺമണിയെ ഗുണ്ടകൾ കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് സുമിത്രയുടെ പ്ലാനിങ് തന്നെ ആയിരിക്കും. കാരണം കൺമണിയെ ഇവിടെ നിന്ന് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നല്ലൊരു പ്രൊമോ വിശേഷം കാണിക്കുന്നത്. നല്ലൊരു എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.